വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ കട 2 ദിവസത്തെ അവധിക്ക് ശേഷം 2024 ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഓരോ റേഷൻ കാർഡിനും ലഭിച്ചിട്ടുള്ള വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വന്നപ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ റേഷൻ കടകളിലൂടെ സുജല 1 ലിറ്റർ വെള്ളം 10 രൂപയ്ക്ക് എല്ലാവർക്കും ലഭിക്കുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ റേഷൻ കാർഡിനുള്ള വിഹിതങ്ങൾ ഒന്നുകൂടി പറയുകയാണ് എങ്കിൽ AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ നൽകണം. പഞ്ചസാര 21 രൂപക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് പല ഇടങ്ങളിലും പഞ്ചസാര ലഭിച്ചിട്ടില്ല. PHH മുൻഗണനാ വിഭാഗം BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക്, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. ഈ അരിയും ഗോതമ്പും സൗജന്യമാണ്. കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിൽ 3 അതിൽ കുറവോ അംഗങ്ങൾ മാത്രമാണ് എങ്കിൽ അവർക്ക് ഗോതമ്പ് ഉണ്ടാവില്ല, വെറും ആട്ട മാത്രമാണ് ലഭിക്കുക. NPS നോൺ പ്രയോറിറ്റി സബ്സിഡി റേഷൻ കാർഡായ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 1 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. സ്പെഷ്യൽ അരിയായി 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും. NPNS നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ജനുവരിയിൽ ലഭിക്കുന്നതാണ്. NPI സ്ഥാപനം റേഷൻ കാർഡുള്ളവർക്ക് കാർഡിൽ ഒരു അംഗം മാത്രമാണ് ഉണ്ടാകുക. കന്യാസ്ത്രീ മഠങ്ങൾ, ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്കുള്ള റേഷൻ കാർഡാണ്. ആ കാർഡിൽ ആകെ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അത് മാത്രമാണുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണവും ജനുവരിയിൽ ആരംഭിക്കും. ഈ കാലയളവിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് മണ്ണെണ്ണ ലഭിക്കുക. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും പിങ്ക് റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കുക. വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 6 ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. ഇതാണ് ഈ ജനുവരി മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത്. ഇനി റേഷൻ കടകളിലൂടെ പുതിയൊരു ഇനം കൂടി വരികയാണ്, പുതിയൊരു വിഹിതം കൂടി വരികയാണ്. അത് റേഷൻ കാർഡൊന്നും വേണ്ട, എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു വിഹിതമാണ്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 5 ജില്ലകളിൽ മാത്രമാണ് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം എന്നീ 5 ജില്ലകളിലൂടെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സുജല എന്ന കുപ്പിവെള്ളം ലഭിക്കുന്നതാണ്. ലിറ്ററിന് 10 രൂപ നിരക്കിലാണ് ഈ കുപ്പിവെള്ളം ലഭിക്കുന്നത്. എല്ലാവർക്കും ഇത് വാങ്ങാവുന്നതാണ്. ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ജില്ലകളിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. ഡിസംബർ 23-ന് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു. എങ്കിലും റേഷൻ കടകളിലേക്ക് ഇത് എത്തി സജീവമാകുന്നതിന് ജനുവരി മാസം ആകും എന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ റേഷൻ കടകളിലൂടെ ഈ വെള്ളം കൂടി ലഭിക്കുന്നതാണ്. പിന്നീട് ഇത് സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. സുജല വെള്ളം 1 ലിറ്റർ വെള്ളത്തിന് 10 രൂപ മാത്രം റേഷൻ കടയിൽ നൽകിയാൽ മതി. വിഹിതങ്ങളാണ് റേഷൻ കടയിലൂടെ ജനുവരി മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്. ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.